ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന ക്രൂരതയുടെ ഒരു ദൃശ്യം മനസ്സിൽ അത്ര പെട്ടെന്നൊന്നും കെട്ടുപോകാത്ത നടുക്കമുണ്ടാക്കുന്നതാണ്. തൃശ്ശൂർ കുറ്റൂർ സ്വദേശിയായ ബക്കറിന് കാർ വാടകയ്ക്ക് നൽകിയതാണ് ആലുവ സ്വദേശിയായ സോളമൻ. ആ വാഹനം തിരികെ ചോദിക്കാനെത്തിയ സോളമനെ എങ്ങനെയാണ് ബക്കർ നേരിട്ടതെന്ന് പ്രേക്ഷകർ ഒന്ന് കാണുക. ബോണറ്റിന് മുകളിലേക്ക് സോളമനെ വലിച്ചിട്ട് കാറോടിക്കുകയാണ് ബക്കർ. പ്രാണഭയത്താൽ നിലവിളിക്കുന്ന സോളമന്റെ ദൃശ്യങ്ങൾ പരിധിയില്ലാത്ത ക്രൂരതയുടെ നേർസാക്ഷ്യമാവുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പോലീസ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദമാക്കും MS ലിഷോയ്. അതിഭയാനകമായ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അത് ചിലപ്പോൾ സിനിമകളിൽ മാത്രമായിരിക്കാം ഇത്തരത്തിലൊന്ന് കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സൈക്കോകളായ ക്രിമിനലുകൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക. ഒരു കാറിന്റെ ബോണറ്റിൽ ഒരാളെ കിടത്തിക്കൊണ്ട് അതിവേഗത്തിൽ ആ കാർ ഓടിച്ചു പോവുക, അതാണ് തൃശ്ശൂർ എരുമപ്പെട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിയായ സോളമൻ തൻ്റെ കാർ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഒക്ടോബർ 20-ാം തീയതിയാണ് തൃശ്ശൂർ കുറ്റൂർ സ്വദേശിയായ ബക്കർ തൻ്റെ മകളുടെ വിവാഹത്തിന് എന്ന് പറഞ്ഞ് ഈ കാർ വാടകയ്ക്കെടുത്തത്. എന്നാൽ അതിനുശേഷം ഈ ബക്കറുമായി ബന്ധപ്പെടുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. അങ്ങനെ തൻ്റെ വാടകയ്ക്ക് കൊടുത്ത കാറ് തിരികെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സോളമൻ ഇവിടേക്ക് എത്തിയത്. തൃശ്ശൂർ എരുമപ്പെട്ടി ഭാഗത്ത് തൻ്റെ വാഹനം ഉണ്ട്, ഫോർച്യൂണർ വാഹനം ഉണ്ട് എന്ന് GPS ലൊക്കേഷൻ നോക്കി മനസ്സിലാക്കി. അങ്ങനെ ഈ ബക്കറിൻ്റെ അടുത്തേക്ക് എത്തി. വാഹനത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ഈ ബക്കർ കാറിലേക്ക് കയറുകയും നേരെ വാഹനം എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് വാഹനം കൈവിട്ടു പോകാതിരിക്കാൻ സോളമൻ നേരെ ബോണറ്റിൽ കയറി കിടന്നു. എന്നാൽ അതൊന്നും കൂസാതെ ഇയാൾ വാഹനം മുന്നോട്ടെടുത്തു. ഏകദേശം 7 കിലോമീറ്ററോളം ദൂരം വളരെ വേഗത്തിൽ ഈ വാഹനവും കൊണ്ട് ഇയാൾ പോയി. വീടിനടുത്തുള്ള വർഷോപ്പാനുണ്ട് വൈശാഖ് എന്ന് പറഞ്ഞ ആളുടെ കൂട്ടുകാരനാണ് ഇയാള്. അപ്പൊ ഇയാളുടെ സ്ഥലവുമായി ഞാൻ കച്ചവടം നടത്തിയായിരുന്നു. അങ്ങനെ ഒരു പരിചയമായിട്ട് ഞാൻ ഉണ്ട്. അതിന്റെ ഇടപാടെല്ലാം തീർത്താണ്. ആ ഒരു പരിചയത്തിന്റെ പുറത്താണ് ഇയാളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടി വെച്ചപ്പോൾ ഞാൻ കൊടുത്തത്. പിന്നീട് ഈ വണ്ടിയിലേക്ക് തിരിച്ചു വരാതെ ഇയാൾ ഓടിച്ചു കൊടുക്കുകയും വിളിച്ച ഫോൺ എടുക്കാതെ അങ്ങനെ വന്നു. അപ്പൊ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് വണ്ടി തിരിച്ചുതരാന്ന് പറഞ്ഞു. തിരിച്ചുതരാതെ ആയപ്പോഴാണ് ഞാൻ ഈ വണ്ടി അന്വേഷിച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബിനാരൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തായിരുന്നു. പരാതിപ്പുറത്താണ് ഞാൻ ഈ വണ്ടി അന്വേഷിച്ച് ഇറങ്ങിയത്. ഒരു 10-15 കിലോമീറ്ററോളം തന്നെ ആള് ഓടിച്ചുകൊണ്ടിരിക്കുകയും എരുമപ്പെട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി വട്ടം വന്ന് തടയുകയും അതിനെ തുടർന്ന് വണ്ടി നിർത്തുകയും ചെയ്തു. എന്നെ കൊല്ലപ്പെടുത്താനാണ് ആൾ ശ്രമിച്ചിരുന്നത്. നാട്ടുകാർ കൂടിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അതിനുശേഷം പോലീസ് വരികയും എരുമപ്പെട്ടി സ്റ്റേഷനിൽ വരികയും അങ്ങനെ വണ്ടിയും ആളെയും പിടിച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെ അതാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസരത്തുള്ള ഓട്ടോ തൊഴിലാളികളും അതിനോടൊപ്പം തന്നെ മറ്റെല്ലാവരും കൂടി ചേർന്ന് ഈ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു അപകടം സംഭവിക്കുമായിരുന്നു. ഏകദേശം 80 കിലോമീറ്ററോളം സ്പീഡിലായിരുന്നു ഈ വാഹനം പാഞ്ഞിരുന്നത്. ഈ കിടക്കുന്ന സോളമനെ എന്തും സംഭവിച്ചോട്ടെ എന്നുള്ള രീതിക്കായിരുന്നു ബക്കറിന്റെ പ്രവർത്തികളെല്ലാം തന്നെ. പലതവണ വാഹനം പല ഇടത്തേക്ക് തിരിച്ച് ബക്കർ ഇയാളെ വീഴ്ത്തിയിടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്തായാലും എരുമപ്പെട്ടി പോലീസ് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു. നാട്ടുകാരാണ് തടഞ്ഞു വെച്ച് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബക്കറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായാണ് സോളമൻ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല തൻ്റെ വാഹനം തിരികെ ലഭിക്കുന്നതിനും നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം തന്നെ കാർ വാടകയ്ക്ക് നൽകുന്നതിന് ചില നിയമപരമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചാണോ ഈ കാർ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.